അനുഭവജ്ഞാനിയായ എൻ്റെ ഗുരുവിൻ്റെ പൊന്നുപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, ആത്മലോകത്തിൽ എന്തനീതി ഉണ്ടായാലും അതിനെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എതിർക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ച്, ഇവിടെ കൂടിയിരിക്കുന്ന അഭിവന്ദരായ ഗുരുജനങ്ങളെ, വേദിയിലുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയൊരു സമയം മാത്രമാണ് തന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഈ വൈകിയ വേളയിൽ വളരെ ദീർഘമായിട്ട് സംസാരിച്ചാൽ അത് ഗുണത്തിന് പകരം ദോഷമുണ്ടായിത്തീരും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ഞാനിവിടെ നിൽക്കുകയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വൈകിയ വേളയിൽ, സന്ധ്യയ്ക്കാണെങ്കിൽ പോലും ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. കഥയെന്ന് പറഞ്ഞാൽ ഒത്തിരി നീണ്ട കഥയൊന്നുമില്ല. ആടെന്നൊരു ജീവിയുണ്ട് ഈ ലോകത്തിൽ. അതിനെപ്പോലെ സാധുവായിട്ടുള്ളതൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ അതിന് വിശേഷിച്ച് ആരും ഒരു തീറ്റയും കൊടുക്കാറില്ല. കയ്പ് മുതൽ മധുരം വരെ എല്ലാം കടിച്ചു തിന്നുകൊണ്ട് വളരും. അതിനെ ഉപദ്രവിക്കാത്തവരാരുമില്ല. പട്ടി കണ്ടാൽ അത് കടിച്ചു കീറാൻ ചെല്ലും, പൂച്ച കഴിഞ്ഞാൽ അത് കിടക്കാൻ ചെയ്യും, മനുഷ്യരതിനെ കറന്ന് വാലെടുക്കുകയും ചെയ്യും, വേണ്ടി വന്നാൽ അതിൻ്റെ കഴുത്തറുത്ത് അതിൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ശാന്തരിൽ ശാന്തനായ ഈ ആട് പൊറുതി മുട്ടിയിട്ട് അവനെ സൃഷ്ടിച്ച ബ്രഹ്മാവിൻ്റെ അടുക്കൽ ഒരു സങ്കടം പറയാനായിട്ട് ചെന്നു. ബ്രഹ്മാവിൻ്റെ അടുക്കലോട്ട് ഈ ആട് ചെന്നപ്പോൾ തന്നെ ബ്രഹ്മാവാസകല ഇവനെ ഇങ്ങനൊന്ന് നോക്കിയപ്പോൾ ഒട്ടും പിടിച്ചില്ല. എന്തിനാ വന്നേ? ഉടനെ ആട് പറഞ്ഞേ, എനിക്ക് വലിയ ഉപദ്രവമുണ്ട് ഈ ഭൂമിയിൽ. എല്ലാവരും എന്നെ ഉപദ്രവിക്കുന്നു. എന്നെ പിടിച്ചു തിന്നാൻ എല്ലാ മൃഗങ്ങളും വരുന്നു, മനുഷ്യനും എന്നെ പിടിച്ചു തിന്നാൻ വരുന്നു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, നിന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പിടിച്ചു തിന്നാൻ തോന്നുന്നല്ലോടാ എന്ന് പറഞ്ഞ എന്തിനാ ഇപ്പൊ ഈ കഥ ഞാനിവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ശാന്തരായി പോയി എന്നുള്ളതാണ് നമ്മൾക്ക് പറ്റിയ ഏറ്റവും വലിയ ശാപമെന്ന് പറയാനാണ് ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ട് വന്നത്. സുഹൃത്തുക്കളെ, മാതൃഭാവം ഇതുപോലെ ഉദാത്തമായ ഒരു ഭാവം ഈ പ്രപഞ്ചത്തിലില്ല. ഭൂമിക്ക് മുകളിൽ സൂര്യന് താഴെ മാതൃഭാവത്തോളം ഉദാത്തമായ ഒരു ഭാവം മറ്റൊന്ന് കാണാനായിട്ടില്ല. അങ്ങനെ വിശ്വമാതൃഭാവം ഉടലെടുത്തതാണ് അമൃതാനന്ദമയി ദേവി. ആ അമ്മയെ അപകീർത്തിപ്പെടുത്തുവാനായിട്ട് ആരും ശ്രമിക്കേണ്ട, അളക്കുന്ന കാര്യമല്ല. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അടിത്തറയിൽ പടുത്തുയർത്തിയിട്ടുള്ള ഈ സനാതനമായ സത്യത്തെ ഒന്ന് കുലുക്കാൻ പോലും കഴുത്തുള്ളവര് ഇന്ന് ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത് കുലുങ്ങുന്ന സൗധമൊന്നുമല്ല, ഒരൊറ്റ ഊത്തൂതിയ പറക്കുന്ന അമ്മയുമല്ലിത്. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിനെ ഒരു പഴമുറം കൊണ്ടങ്ങ് മറച്ചേക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പഴമുറവും ചുരുട്ടി അങ്ങ് വീട്ടിൽ പോയി ഇരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. പിന്നെ അമ്മയുടെ പേരിൽ അധിക്ഷേപം പറഞ്ഞ ആ വിദേശ വനിത, അത് ഒരമ്മയാണല്ലോ. അവരോട് എനിക്ക് വളരെയധികം നന്ദി തോന്നുന്നു. കാരണം അവരങ്ങനെ ലോകത്തിൻ്റെ ഒരു കോണിലിരുന്നു കൊണ്ട് ഏതാണ്ടൊക്കെ എഴുതുകയും ഏതാണ്ടൊക്കെ പറയുകയും ചെയ്തതിൻ്റെ പേരിലാണല്ലോ നമുക്കിപ്രകാരം ഈ ബഹുജന സംഘടനകൾ ഇവിടെ ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ചൊന്ന് ആശയവിനിമയം ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നത് അവരാണല്ലോ. അപ്പം അവരോട് നമുക്ക് വെറുപ്പ് വേണ്ട, അവരോട് നമുക്ക് ക്ഷമിക്കാം. പിന്നെ ഏത് കുറ്റത്തിനും മാപ്പ് കൊടുക്കുന്ന കോടതിയാണ് മാതൃഹൃദയം. ആ അമ്മ എപ്പോഴേ, അമൃതാനന്ദമയി അമ്മ എപ്പോഴേ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞു. ഇനിയും വന്ന് കാല് പിടിച്ചു കഴിഞ്ഞാൽ ഇനിയും അവരെ വാരിപ്പുണരാൻ തയ്യാറായി ഇരിക്കുകയാണ് ആ വിശ്വമാതാവ്. അതിനെ കളങ്കപ്പെടുത്താൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിന് ദുഷ്പേരുണ്ടാക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഇത്രയും പുകിലൊക്കെ ഈ ലോകത്തുണ്ടാക്കിയല്ലോ നമ്മളുടെ ഈ നാട്ടിലെല്ലാം. അമ്മയെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അവിടെ നിന്ന് വിട്ടുപോയി എന്നൊന്ന് പറയാമോ? ഒരൊറ്റ അറിവ് ശരിയാണെങ്കിൽ ഒരൊറ്റ വിശ്വാസി പോലും അമ്മയെ വിട്ടുപോയിട്ടില്ല. സത്യം അറിഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ അങ്ങോട്ട് അടുക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോഴീ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചീഞ്ഞു കഴിയുമ്പോൾ ഈ മഹത്തായ ആദർശത്തിൻ്റെ വളർച്ചയ്ക്കുള്ള വളമായി ഇത് മാറും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പായി വിശ്വസിക്കാൻ സാധിക്കും. പിന്നെ നമുക്കൊരു കാര്യം മാത്രം, നമ്മൾ നാളെ നേരം വെളുക്കുമ്പോൾ അധികം ആളുകളും, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, അതിൽ കുറേ സന്യാസിമാരുണ്ടായിരുന്നു, അതിൽ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കണ്ടിട്ട് അപ്പം തന്നെ അതൊരു സ്വപ്നം മറക്കുന്നത് പോലെ മറക്കുന്ന സ്വപ്നജീവികളാണ് നമ്മളെന്നുള്ളത് ഒരു പരമാർത്ഥമാണത്. മറക്കരുത്.
ഇത് നമ്മളുടെ ഹൃദയത്തിൽ അങ്ങനെ പച്ച പിടിച്ചു നിൽക്കണം. നമ്മളുടെ ബുദ്ധിയിൽ ഇത് വേരൂന്നണം. നമ്മളുടെ കൈകൾ പ്രവർത്തനക്ഷമമാക്കണം. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കാനായിട്ടൊന്നുമില്ല. ആ ആടിൻ്റെ സ്വഭാവം ഒന്ന് വിട്ടേ. വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ആട്ടിൻകുട്ടികളല്ല, നമ്മളെയൊക്കെ സിംഹക്കുട്ടികളാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി, ആ ബോധം നമുക്ക് വരുത്തി തന്നത് അതിനായിട്ട് സ്വാമി വിവേകാനന്ദ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സർവസ്വത്തിൽ കഥ പറയുന്നുണ്ട്. ഞാൻ ആ കഥ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. മാൻകൂട്ടത്തിൻ്റെ ഇടയിൽപ്പെട്ട സിംഹക്കുട്ടി മാനിനെ പോലെ വളർന്നു. അതിനെ സിംഹം എന്ന് വിളിച്ചുണർത്തി ഈ മാനല്ല സിംഹമാണെന്ന് പറഞ്ഞപ്പോൾ അതിനതിൻ്റെ തനിരൂപം മനസ്സിലാക്കിയിട്ട് അത് സിംഹക്കൂട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോയതുപോലെ തന്നെ നമ്മളാരും മന്ദീഭവിച്ച് കിടക്കേണ്ടവരല്ല. മാംസം കൊണ്ടുള്ള മാംസപേശികളും ഇരുമ്പ് കൊണ്ടുള്ള മാംസപേശികളും ഉരുക്ക് കൊണ്ടുള്ള ഞരമ്പുകളും നമുക്കുണ്ടായിത്തീരണം. അങ്ങനെ വിശ്വരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിത്തിരക്കേണ്ട തീരെ പടന്മാരാണെന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. ആരെയും വെല്ലുവിളിക്കാനല്ല. ലോകത്തിന് ശാന്തി ഉണ്ടാകട്ടെ. ലോകം എല്ലാം ഒരൊറ്റ സമൂഹം, വസുധൈവ കുടുംബകം, ഒരൊറ്റ കുടുംബമായി കണ്ടവരാണ് നമ്മളുടെ ആചാര്യന്മാർ. നമ്മളുടെ ആചാര്യന്മാർ നമ്മളെ ആരെയും ഒരുത്തരെയും പേർക്കാൻ എങ്ങും എവിടെയും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ മേൽ എന്തെല്ലാം ഉണ്ടാകുന്നു. മഹാനായ ഒരു ഭരണാധികാരി അടുത്ത കാലത്ത് പറഞ്ഞു ഹൈന്ദവ ഭീകരത എന്ന് പറഞ്ഞു. ഹൈന്ദവ ഭീകരത എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്കൾ എരിയുള്ള കുറേ ആളുകളൊക്കെ കൂടെ അതിനെ പ്രതിഷേധിച്ചോ പറഞ്ഞു കാവി ഭീകരതയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. ബഹുമാനപ്പെട്ട ഈ സദസ്സിലിരിക്കുന്ന ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ, നിങ്ങളെല്ലാം ഇങ്ങോട്ടൊന്ന് നോക്കിക്ക്. എന്നെ പോലെയുള്ള അനേക സന്യാസ ശ്രേഷ്ഠന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മഹത്തുക്കളെ ഞങ്ങൾ ഭീകരന്മാരാണെന്ന് തോന്നുന്നു? ഞങ്ങളെ തല്ലിയാൽ ഞങ്ങൾ തിരിച്ചു തല്ലുന്നവരല്ല. ഞങ്ങളെ ചീത്ത പറഞ്ഞാൽ ഞങ്ങൾ അവർക്ക് നന്മ വിചാരിക്കും, നന്മ വരട്ടെ എന്ന് ആശീർവദിക്കും സന്യാസിമാർ. ഞങ്ങളെയൊക്കെ ഭീകരന്മാരുടെ വർഗങ്ങളിലേക്ക് ഒതുക്കി മാറ്റി നിർത്തി തനിമ ഇല്ലാത്തവരാക്കി വീണ്ടും ആട്ടിൻകുട്ടികളെക്കാൾ ആട്ടിൻകുട്ടികളാക്കി തീർക്കാൻ ശ്രമിക്കരുതേ. ഞങ്ങളുടെ ഹൃദയം ആടിൻ്റെതാണ്. പക്ഷെ ഞങ്ങളുടെ ബുദ്ധിയും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ആലോചനയും ഞങ്ങളുടെ പ്രവൃത്തിയും എല്ലാം സിംഹത്തിൻ്റെതായിരിക്കും എന്ന് ഈ അപവാദം പറയുന്നവരെ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും പറ്റിയിട്ടില്ല. നമുക്കൊരാത്മപരിശോധനയ്ക്കുള്ള സമയമായിട്ട് ഇതെടുക്കുക. നമുക്ക് എന്തെങ്കിലും വീഴ്ച എവിടെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്വയം ആത്മപരിശോധനയിൽ കൂടി. എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, ആത്മപരിശോധന ചെയ്താൽ പരിശുദ്ധരാണോ നമ്മൾ പരിശോധിച്ചറിഞ്ഞിടുക, നാം എല്ലാവരും പരിശോധിച്ചറിഞ്ഞിടുക എന്ന് പഠിപ്പിച്ച എൻ്റെ ഗുരുവിൻ്റെ വചനങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും പറ്റിയിട്ടില്ല. നമ്മളെയൊന്നും പറ്റിക്കാൻ ആർക്കോട്ട് സാധ്യവുമല്ല. കാരണം ഈ ലോകം മുഴുവൻ നിലപ്പിച്ചാലും ശരി ഭാരതം നിലനിൽക്കും. ഭാരതീയത്തിൻ്റെ തനിമ നിലനിൽക്കും. നമ്മളുടെ അമ്മമാർ നിലനിൽക്കും. അമൃതാനന്ദമയി ഒരമൃതാനന്ദമയി ക്ഷീണിക്കുമോ എന്ന് ചോദിച്ചാൽ ക്ഷീണിക്കുകയില്ല. അവിടെ അമ്മ ശ്രമിക്കുന്നത് ആയിരം അമൃതാനന്ദമയികളെ സൃഷ്ടിക്കാനാ, അല്ലാതെ അമ്മയ്ക്ക് അങ്ങ് ഒതുങ്ങിക്കൂടി കഴിയാനില്ല. അങ്ങനെ നമ്മളുടെ ഈ ലോകം മുഴുവൻ മാതാക്കളെ കൊണ്ട് നിറയട്ടെ, അമ്മയെപ്പോലെയുള്ള മാതാക്കളെ കൊണ്ട് നിറയട്ടെ. അന്നൊരൊറ്റ ആത്മീയമതിയായിരുന്നു. കാട്ടാളനെ നോക്കി മാ നിഷാദ എന്ന് പറഞ്ഞാൽ ഇന്നൊരു കാട്ടാളനല്ല, ഇന്ന് 99.5% കാട്ടാളനാണ്. അപ്പോൾ 100% സന്യാസിമാർ വേണം, 100% മഹർഷിമാർ വേണം, 100% ആചാര്യന്മാർ വേണം. എന്നിട്ട് മാ നിഷാദ എന്ന് പറയാൻ നമുക്കത് പറയാം. നിന്നെക്കൊണ്ട് നിന്നെ വീണ്ടെടുപ്പാൻ വഴി നീ ഒഴിഞ്ഞ് നിനക്ക് ആരുമില്ലെന്നോർക്കാ ശുഭാനന്ദ ഗുരുദേവനെ പഠിപ്പിച്ചതാണ്. നമ്മളുടെ രക്ഷയും നമ്മളുടെ ശിക്ഷയും എല്ലാം നമ്മളുടെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെ നമ്മളിലുള്ള അനന്തമായ ആ ശക്തിയെ ഉണർത്തിവിടുവാൻ തക്കവണ്ണം ഇതുപോലെയുള്ള മഹാസമ്മേളനങ്ങൾ, ഇതുപോലെയുള്ള യോഗങ്ങൾ അല്ല ഇതുപോലെയുള്ള യാഗങ്ങൾ പ്രയോജനപ്പെട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശീർവദിച്ചുകൊണ്ട് കുറഞ്ഞൊരു സമയം എനിക്കിവിടെ വന്ന് എൻ്റെ ഗുരുവിൻ്റെ കരുണയിൽ കൂടി ഇത്രയും കാര്യങ്ങൾ പ്രബുദ്ധരായി നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ അവസരം തന്നതിൻ്റെ രാജേട്ടനെ പോലെയുള്ള സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം നമസ്കരിച്ചുകൊണ്ട് ഈ ആചാര്യശ്രേഷ്ഠന്മാരുടെ എല്ലാം പാദപത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ജയ് ജഗത്.